2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ ആദ്യമായി താമര വിരിയിക്കാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ തന്നെയാണ്. ഈ തൃശ്ശൂരിൽ എങ്ങനെയാണ് താമര വിരിഞ്ഞത്, അതിന് കൃത്യമായി നടത്തിയ ഡീൽ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് CPIM ബി.ജെ.പിക്കായി മറിച്ച് നൽകിയത്. ഇ.പി. ജയരാജൻ അടക്കമുള്ളവർ ഇതിന് നേതൃനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു. ഇപ്പോൾ ഇതാ ഇ.പി. ജയരാജൻ തൽസ്ഥാനത്ത് നിന്നും പുറത്തായെങ്കിലും CPIM ചെയ്ത ഏറ്റവും വലിയ ഡീലായിരുന്നു അത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. മുഖ്യമന്ത്രിയുടെ മകളെ അല്ലെങ്കിൽ നിരവധിയായ കേസുകളിൽ കൊടുക്കും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളുടെ ഭീഷണിക്ക് വഴങ്ങി അത് മനസ്സിലാക്കി തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് BJPയുമായി ഡീൽ നടത്തിയത് എന്ന UDFിൻ്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, 1.5 ലക്ഷത്തോളം അധികമായി ലഭിച്ച വോട്ടുകൾ, അത് CPIMൻ്റെ പെട്ടിയിലായിരുന്ന വോട്ടുകൾ കാണാതായത് വലിയ രീതിയിൽ വിവാദമുയർത്തുന്ന സാഹചര്യമാണ്. കൃത്യമായി ആ വോട്ടുകളെല്ലാം തന്നെ സുരേഷ് ഗോപിയിലേക്ക് എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2,93,000 വോട്ടുകൾ മാത്രമായിരുന്നു 2019 സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 3-ാം സ്ഥാനത്തായിരുന്ന അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ. എന്നാൽ അത് 1-ാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ 74,686 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ നിന്നും ജയിച്ചു കയറിയത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു, ഈ ഡീൽ എങ്ങനെയെന്ന്. ഇതേ രീതിയിൽ തന്നെ പാലക്കാട് ആവർത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. പാലക്കാട് BJPയെ ജയിപ്പിക്കാൻ CPIM വോട്ട് വാങ്ങാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതുവഴി കോൺഗ്രസിനെ തോൽപ്പിക്കുക, കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന രീതിയിലേക്കാണ്. നമുക്കറിയാം, ഷാഫി പറമ്പിൽ പൊരുതി നേടിയ വിജയമാണ് പാലക്കാടുള്ളത്. 3,800-ലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാടിൻ്റെ മണ്ണിൽ വിജയിച്ച് കയറിയത്. തുടർന്ന് അദ്ദേഹം വടകര പോവുകയും വടകര 1.25 ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച് കയറുകയും ചെയ്തു. എന്നാൽ പാലക്കാടിൻ്റെ റെക്കോർഡ് തകർക്കാൻ, ആ ഒരു രീതി തകർക്കാൻ വേണ്ടി BJP ബോധപൂർവം CPIMുമായി വീണ്ടും തൃശ്ശൂർ മോഡൽ ഡീൽ നടത്താനാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനം ദേശീയ നേതാക്കളെല്ലാം തന്നെ വന്ന് കൃത്യമായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CPIM നിഷ്ക്രിയമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പകരമായി ചേലക്കരയിലെ, അതായത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇടതുപക്ഷത്തിന് വളരെ അനായാസമാക്കി കൊടുക്കാൻ BJP CPIMന് വോട്ടുകൾ മറിച്ചു കൊടുക്കുക, അതുവഴി പരമാവധി CPIMന് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, ഈ ഒരു രീതിയിലുള്ള ഡീലാണ് നടക്കുന്നത്. അതായത് പാലക്കാട് BJPക്ക് ഒരു സീറ്റും ചേലക്കര CPIMന് ഒരു സീറ്റും എന്ന രീതിയിൽ വളരെ വ്യക്തമായി BJPയും CPIMും തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്.